സന്ധിവാത രോഗങ്ങൾ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു സന്ധിവാത രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം. നമ്മുടെ ശരീരത്തിൻ്റെ ചെറുതും വലുതുമായ സന്ധികളിൽ വേദന, നീർക്കെട്ട് ഒക്കെയായിട്ട് വരുന്ന, അതിരാവിലെ എണീക്കുമ്പോൾ കഠിനമായ വേദന ഒക്കെ ലക്ഷണങ്ങളായിട്ട് വരുന്ന ഒരു അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. എന്താണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ? വേദന സംഹാരികളും സ്റ്റെറോയിഡും മാത്രമാണോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചികിത്സിക്കാൻ ഉപയോഗിക്കാവുന്ന മരുന്നുകൾ, അതോ അതിന് പുറമെ വേറെ എന്തൊക്കെയാണ് ചികിത്സാ മാർഗ്ഗങ്ങൾ ലഭ്യമായിട്ടുള്ളത്? ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ കഴിഞ്ഞ ഏതാണ്ട് 2-3 ദശകങ്ങളായി വളരെ പുരോഗമനം കൈവരിച്ചിരിക്കുന്ന ഒരു ചികിത്സാ മേഖലയാണ്. നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മരുന്നുകൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ചികിത്സയ്ക്ക് ലഭ്യമാണ്. ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺവെൻഷണൽ ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൊമാറ്റിക് മെഡിക്കേഷൻസ് എന്ന് പറയും, അതായത് കൺവെൻഷണൽ DMARDs. ഇക്കൂട്ടത്തിൽ വരുന്ന മെഡിസിൻസാണ് മെത്തോട്രെക്സേറ്റ്, സൾഫാസെറസിൻ, ലെഫ്ലൂണമൈഡ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ തുടങ്ങിയവ. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽസ് എന്ന് പറയും. എന്താണ് ബയോളജിക്കൽസ്? നമ്മുടെ ശരീരത്തിൽ ഈ ആമാവത്തിന് ഹേതുവായിട്ടുള്ള ചില കെമിക്കൽസ്, സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ ചില കെമിക്കൽസ് ഉണ്ട്. TNF ആൽഫ, IL-6 എന്നൊക്കെ പറയുന്ന കെമിക്കൽസ് ഉണ്ട്. അതുപോലെ തന്നെ ചില കോശങ്ങളും അതിൻ്റെ എക്സസീവ് ആയിട്ടുള്ള പ്രവർത്തനം ആമാവത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ഫോർ എക്സാമ്പിൾ B-സെൽ എന്ന് പറയുന്ന കോശങ്ങൾ, B-സെല്ലാണ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൈറ്റോകൈൻസിനെയും ഈ B-സെല്ലിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ തക്കത്തിലുള്ള മരുന്നുകളാണ് ബയോളജിക്കൽസ്. സ്പെസിഫിക് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള മരുന്നുകളാണ് ബയോളജിക്കൽസ്. ജനിതകമായിട്ട് മാറ്റം വരുത്തി മറ്റു കോശങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മരുന്നുകളാണ് ബയോളജിക്കൽസ്. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് TNF ആൻറ്റഗണിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് TNF എന്ന് പറഞ്ഞ സൈറ്റോകൈൻ കെമിക്കലിനെതിരെയുള്ള മരുന്നാണ്. അതിനകത്ത് വരുന്നതാണ് ഇൻഫ്ലിക്സമാബ്, അഡാലിമാബ്, ഇറ്റാൻട്രസെപ്റ്റ്, ഗൊലിമിമാബ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതിന് പുറമെ രണ്ടാമത്തെ ഒരു ടയറിൽ വരുന്നതാണ് B-സെൽ. B-സെൽ എന്ന് പറഞ്ഞ കോശമാണ് നമ്മുടെ ആൻറ്റിബോഡീസ്, റുമറ്റോയ്ഡ് ഫാക്ടർ പോലുള്ള ആൻറ്റിബോഡീസിനെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ B-സെല്ലിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. അതിൽ പ്രമുഖനാണ് റിറ്റുക്സിമാബ്. പിന്നെ IL-6 എന്ന് പറഞ്ഞൊരു മറ്റൊരു സൈറ്റോകൈൻ, TNF ആൽഫ പോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങൾക്ക് ഹേതുവായിട്ടുള്ള ഒരു കെമിക്കലാണ് IL-6. IL-6നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ്, അതിനകത്ത് ടൊസിലിസിമാബ് എന്ന മെഡിക്കേഷൻ നമുക്ക് വൈഡ്ലി അവൈലബിൾ ആണ്. മൂന്നാമതായിട്ട് നമ്മൾ ഈ ആമവാദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് ഓറൽ സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽസ് എഫക്റ്റീവ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇഞ്ചെക്റ്റബിൾസ് ആണ്. നമ്മുടെ നാട്ടിൽ ആർക്കും ഇഞ്ചക്ഷൻ എടുക്കുന്ന താല്പര്യമുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മരുന്നാണ് ഓറൽ സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ചും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള 2 മരുന്നുകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഒന്ന് ടൊഫാസിറ്റും എന്നതും, പിന്നെ റീസെൻ്റ് ആയിട്ട് ഉപ്പടാസിറ്റും എന്ന് പറഞ്ഞ മരുന്ന് നമ്മുടെ നാട്ടിൽ ലോഞ്ച്ഡാണ്. പുറം നാട്ടിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള മരുന്നുമാണിത്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഓരോ മരുന്നുകളും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഓരോ മരുന്നുകളും ഉപയോഗിക്കുന്നത്? യൂഷ്വലി നമ്മളൊരു ആമവാദത്തിൻ്റെ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം വളരെ മൈനർ ഡിസീസ് ആയിരിക്കാം, വളരെ ചെറിയ വേദനകൾ, അവിടെ ഇവിടെയുള്ള വേദനകൾ, വിട്ടുള്ള വേദനകൾ. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫാണ് എന്ന് പറയുന്നതും ഏറ്റവും ലീസ്റ്റ് നമ്മൾ മോണിറ്ററിങ് ആവശ്യമായിട്ടുള്ള മരുന്ന് അതിനകത്താണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന മരുന്ന്. സാധാരണ ഏറ്റവും വളരെ മൈനർ ഡിസീസിന് നമ്മൾ പലപ്പോഴും ഹൈഡ്രോക്സിക്ലോറോക്വിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കൂടുതൽ സ്വല്പം കൂടെ സിവിയർ ആയിട്ടുള്ള ഡിസീസ്, അതായത് വളരെ മൈനർ ഡിസീസ് എന്ന് പറയുന്ന ഒരു 100-ൽ ഒരു 5% വരത്തുള്ളൂ. ഒരു മോഡറേറ്റ് സിവിയറിറ്റി ഉള്ള അസുഖം, ആദ്യമായിട്ട് രോഗിക്ക് അസുഖം വരുന്നു, സന്ധികൾ വേദനയും വീക്കുമായിട്ട് വരുന്നു, ടെസ്റ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു, ഡയഗ്നോസ് ചെയ്തു. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ലൈൻ യൂസ് ചെയ്യുന്ന മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ കൺവെൻഷണൽ ഡിസീസ് മോഡിഫയിങ് ഏജൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് വർഷങ്ങളായി 1950 മുതലേ ഈ അസുഖത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണിത്. ലോങ് പ്രൂവൺ ട്രാക്ക് റെക്കോർഡുണ്ട്, കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ പ്രത്യേകിച്ചും മെത്തോട്രെക്സേറ്റ് എന്ന മരുന്നാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മരുന്ന് തുടങ്ങുമ്പോഴും നമ്മളതിൻ്റെ ബെനിഫിറ്റ്, അതായത് ആ മരുന്ന് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, അതിനെന്താണ് കോസ്റ്റ് വരുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കോസ്റ്റ് മാത്രമല്ല, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുലനം ചെയ്ത് ബെനിഫിറ്റ് അതിൻ്റെ കോസ്റ്റിനേക്കാളും ഒത്തിരി കൂടുതലാണ് എന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ സാധാരണ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ മെഡിസിനായിട്ട് മെത്തോട്രെക്സേറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെത്തോട്രെക്സേറ്റ് ഏതാണ്ട് 30 മുതൽ 60% രോഗികൾക്ക് വളരെ എഫക്റ്റീവാണ്. സിംഗിൾ മെഡിസിനായിട്ട് തന്നെ, അതിൻ്റെ കൂടെ ഫോളിക് ആസിഡ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് മിനിമൈസ് ചെയ്യാനായിട്ട്. സിംഗിൾ മെഡിസിനായിട്ട് തന്നെ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ, പലപ്പോഴും ഡിസീസ് കൺട്രോൾ കിട്ടുന്ന ഒരു മെഡിസിനാണ് മെത്തോട്രെക്സേറ്റ്. ചില ആൾക്കാർക്ക് മെത്തോട്രെക്സേറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. മെത്തോട്രെക്സേറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നോസിയ പോലുള്ള പ്രോബ്ലംസ് വരാറുണ്ട്, അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷനിൽ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. മേ ബി ഒരു 5%, 10%-നകത്ത് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം.
അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസാണ് ലെഫ്ലൂണമൈഡ്, സൾഫാസലസിൻ തുടങ്ങിയ മരുന്ന്. ഇനി ഫസ്റ്റ് ലൈൻ മെഡിസിൻ നമ്മളെടുത്തു, ഒരു 3 മാസം തുടർച്ചയായിട്ട് എടുത്തു, നമുക്ക് അസുഖത്തിൻ്റെ തീവ്രത കുറയുന്നില്ല. അല്ലെങ്കിൽ തുടക്കത്തിലേ ഉള്ള പ്രസൻറ്റേഷൻ വളരെ തീവ്രമായ രീതിയിലുള്ള ഒരു അസുഖമാണ്, മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ്, ഒത്തിരി ജോയിൻറ്റ്സിൽ വളരെ കാര്യമായിട്ടുള്ള വേദന, അസഹനീയമായ വേദന, ESR വളരെ കൂടുതൽ, CRP വളരെ കൂടുതൽ. ESRും CRPയും അസുഖത്തിൻ്റെ തീവ്രത നമ്മൾ അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ഇതൊക്കെ ഒത്തിരി കൂടുതൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഡിസീസിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് ലൈൻ മെഡിക്കേഷൻസ്. അപ്പോൾ സെക്കൻഡ് ലൈൻ മെഡിക്കേഷൻസ് എന്താണ്? മുൻകാലങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻസിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമായിരുന്നു. അതായത് മെത്തോട്രെക്സൈറ്റും ലെഫ്ലൂണമൈഡും മെത്തോട്രെക്സൈറ്റും സൾഫാസലസിനും തുടങ്ങിയ മരുന്നുകൾ, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഡോസ് സ്റ്റിറോയിഡൊക്കെ ഇടുമായിരുന്നു. ഇപ്പോഴും നമ്മൾ സ്റ്റിറോയിഡ് ചെറിയ ഡോസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും സാഹചര്യങ്ങൾ അനുയോജ്യമാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ലൈൻ ആയിട്ടുള്ള മരുന്നുകൾ, അതായത് ബയോളജിക്കൽസോ നേരത്തെ പറഞ്ഞ ഓറൽ സ്മോൾ മോളിക്യൂൾസോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിനുള്ള മാർഗം. ഓഫ് കോഴ്സ് ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. അതിനകത്ത് ബയോളജിക്കൽസ് കോസ്റ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. ഓറൽ സ്മോൾ മോളിക്യൂൾസ് കുറച്ചുകൂടെ ചീപ്പർ റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻ നമ്മുടെ കൺവെൻഷണൽ ഡിസീസ് മോഡിഫൈയേഴ്സ്, മെത്തോട്രെക്സൈറ്റ്, ലെഫ്ലൂണമൈഡ്. സെക്കൻഡ് ലൈൻ മെഡിക്കേഷൻ, അതായത് ആദ്യത്തെ ലെവലിൽ അസുഖം തീവ്രത കുറയുന്നില്ല, അസുഖത്തിൻ്റെ തീവ്രത കൂടി നിൽക്കുന്നു, വളരെ സിവിയർ ആയിട്ടുള്ള അസുഖമായിട്ടാണ് പ്രസൻറ്റേഷൻ വരുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ സെക്കൻഡ് ലൈൻ മെഡിക്കേഷൻസും കൂടെ ഇതിനോട് കമ്പൈൻ ചെയ്യും. അതിനകത്ത് ബയോളജിക്കൽസോ ഓറൽ സ്മോൾ മോളിക്യൂൾസോ കമ്പൈൻ ചെയ്യുന്നതാണ് റെക്കമെൻഡേഷൻസ്. ഡോക്ടർ ഈ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നു, ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ വളരെ കോമൺലി ഫേസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ഒരു മരുന്നിന് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ, കാര്യം നമ്മുടെ ശരീരത്തിൽ ഒരു രാസപ്രക്രിയയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. നമ്മളെല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല. എൻ്റെ ശരീരം പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാളുടെ ശരീരം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ഓരോ മരുന്നുകളും ഹാൻഡിൽ ചെയ്യുന്നതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചിലർക്ക് എഫക്റ്റ് ചെറിയ ഡോസിൽ എഫക്റ്റ് കിട്ടും, ചിലർക്ക് കൂടുതൽ ഡോസ് വേണ്ടി വരും, ചിലർക്ക് സൈഡ് എഫക്ട്സ് കുറച്ചുകൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു മെഡിസിനും തുടങ്ങാൻ പറ്റില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സ്? നേരത്തെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്തിട്ടാണ് ഓരോ മരുന്നുകളും തുടങ്ങുന്നത്. എപ്പോഴും നമ്മൾ ആ മെഡിസിൻ്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റിനെ വെയ് ചെയ്യും വേഴ്സസ് ദ കോസ്റ്റ് ഓഫ് ടേക്കിംഗ് ദ മെഡിസിൻ. അത് സബ്സ്റ്റാൻഷ്യലി ബെനിഫിറ്റ് ഈസ് ഹയർ എന്ന് കൺവിൻസ്ഡ് ആകുമ്പോഴാണ് നമ്മളൊരു മരുന്ന് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ മെത്തോട്രെക്സൈറ്റിനെ കുറിച്ച് സംസാരിച്ചു, ലെഫ്ലൂണമൈഡിനെ കുറിച്ച് സംസാരിച്ചു, സൾഫാസലസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്താണ് ഈ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ്? പ്രധാനമായിട്ടും ഇതിനുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൗണ്ടിലെ വേരിയേഷൻസ് ഉണ്ടാക്കുക, ലിവർ ഫംഗ്ഷനിലെ വേരിയേഷൻസ് ഉണ്ടാക്കുക, പിന്നെ അലർജി, ശരീരത്തിൽ ചൊറിച്ചിൽ വരുത്തുക, ആമാശയത്തെ ബാധിച്ച് വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഓക്കാനും മുടി കൊഴിച്ചിൽ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ മെത്തോട്രെക്സൈറ്റ്, ലെഫ്ലൂണമൈഡ് തുടങ്ങിയ സൾഫാസലസിൻ തുടങ്ങിയ മരുന്നുകളുടെ പ്രധാന സൈഡ് എഫക്ട്സ് ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഓരോ തവണയും മെഡിസിൻ എടുക്കുമ്പോൾ ഇത് ഡോക്ടറോട് സംസാരിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ട് തന്നെയാണ് മരുന്നുകൾ തുടങ്ങേണ്ടത്. രണ്ടാമത് നമ്മൾ സംസാരിച്ച ബയോളജിക്കൽസ് ആക്ച്വലി നേരത്തെ പറഞ്ഞു വളരെ എഫക്റ്റീവാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനും അതിൻ്റേതായ ഷെയർ ഓഫ് സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. പ്രധാനമായിട്ടും ബയോളജിക്കൽസിൻ്റെ സൈഡ് എഫക്ട്സ് 2 തരത്തിലാണ്. ഒന്ന് അലർജിക് റിയാക്ഷൻസ്. ഇത് ശരീരത്തിന് പുറത്തുള്ള പ്രോട്ടീൻസാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. അപ്പോൾ ഈ പ്രോട്ടീൻസുമായിട്ട് നമ്മുടെ ശരീരം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കും. അങ്ങനെയാണെങ്കിൽ അലർജിക് റിയാക്ഷൻസ് വരാം. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് വരുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാറുണ്ട് സാധാരണ ഇഞ്ചക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ. രണ്ടാമതായിട്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ചും TB പോലുള്ള ഇൻഫെക്ഷൻ്റെ റിസ്ക് സാധാരണക്കാളും സ്വല്പം കൂടെ കൂടുതലാണ് ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ. അപ്പോൾ TBയുടെ റിസ്ക്കൊക്കെ മുൻകൂട്ടി ടെസ്റ്റുകൾ വഴി അസസ് ചെയ്ത് അഡീഷണൽ റിസ്ക് ഇല്ല എന്ന് കൺവിൻസ് ചെയ്ത് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്ററിങ് തന്നെയാണ് ഈ മെഡിസിൻസ് എടുക്കേണ്ടത്. മൂന്നാമത്തെ സെറ്റ് ഓഫ് മെഡിസിൻ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓറൽ സ്മോൾ മോളിക്യൂൾസ്, അതിനകത്ത് ടൊഫാസിനിബ്, പെലാസിനിബ് തുടങ്ങിയ മരുന്നുകൾ. ഇതിനും നമ്മൾ പറഞ്ഞ പോലെ ബ്ലഡ് കൗണ്ട് വേരിയേഷൻസ്, ലിവർ ഫംഗ്ഷൻ വേരിയേഷൻസ്, പിന്നെ കൊളസ്ട്രോളുള്ള ഏറ്റക്കുറച്ചിലുകൾ, TB, ചിക്കൻ ബോക്സുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ ചില സ്പെസിഫിക് ഏജ് കാറ്റഗറിയുള്ള ആൾക്കാർക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ടിൻ്റെ ഇഷ്യൂസിനുള്ള റിസ്ക്, ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പറ്റുന്ന നമ്മൾ അറിയേണ്ട സൈഡ് എഫക്ട്സും മോണിറ്റർ ചെയ്യേണ്ട സൈഡ് എഫക്ട്സും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇക്കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സൈഡ് എഫക്റ്റ് വരുമെന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പർ ഓഫ് ആൾക്കാരിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും മരുന്ന് തുടങ്ങുന്ന എല്ലാവർക്കും ഈ സൈഡ് എഫക്ട്സ് എല്ലാം വരും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകളൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് സ്റ്റഡീഡ് ആയിട്ടുള്ള മെഡിസിൻസാണ്. പുറം നാട്ടുകളിലും
നമ്മുടെ നാട്ടിലൊക്കെ വളരെ എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് ഈ മരുന്നുകളെക്കുറിച്ചുള്ള ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വളരെ കൃത്യമായ പ്ലാനോടുകൂടി പ്രോപ്പർ മോണിറ്ററിങ്ങോടുകൂടി നമുക്ക് രോഗിക്ക് ദോഷം വരാത്ത രീതിയിൽ തന്നെ വർഷങ്ങളോളം ഉപയോഗിക്കാനും സാധിക്കാറുണ്ട്. പലരും ചോദിക്കാറുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ സ്റ്റിറോയിഡ്സും പെയിൻ കില്ലേഴ്സും അല്ലേ ഇതിൻ്റെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ കഴിഞ്ഞ 20-30 വർഷമായിട്ട് ഈ ആർത്രൈറ്റിസിൻ്റെ ചികിത്സയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി നമ്മളൊരു വീഡിയോ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ഒത്തിരി മരുന്നുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. എന്നാലും ഈ പറഞ്ഞ സ്റ്റിറോയിഡ്സിനും പെയിൻ കില്ലേഴ്സിനും ആർത്രൈറ്റിസിൻ്റെ മാനേജ്മെൻറ്റിൽ ചില റോളുണ്ട്. അത് വസ്തുതയായിട്ട് അതിൻ്റെ വസ്തുതകളും നമ്മൾ മനസ്സിലാക്കണം. പെയിൻ കില്ലേഴ്സിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് പറഞ്ഞാൽ, പെട്ടെന്നായിരിക്കും പലപ്പോഴും ഈ അസുഖം വരുന്നത്, അല്ലെങ്കിൽ അസുഖം വർഷങ്ങളോളം നിന്ന ശേഷമായിരിക്കും ഈ രോഗി നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മരുന്നുകളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു, പുതിയ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് രോഗിക്ക് അതിനുള്ള വർക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മരുന്നുകളുടെ എഫക്റ്റ് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സിൽ അപ്പോൾ 3 ആഴ്ച 6 ആഴ്ച വരെ എടുക്കും അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ 3 ആഴ്ച 6 ആഴ്ചയും കൂടെ രോഗിയെ വേദനയിലൂടെ കടിച്ചു നിന്ന് പോകാനുള്ള സാഹചര്യം കൊടുക്കണോ വേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ പരിമിതമായ അളവിൽ നമ്മൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പലർക്കും വർഷങ്ങളായി നിന്ന അസുഖങ്ങൾ വരുമ്പോൾ ആർത്രൈറ്റിസിൻ്റെ തീവ്രതയ്ക്ക് പുറമെ തേയ്മാനം കാണും. തേയ്മാനമുള്ള ജോയിൻസിൽ നമ്മുടെ ഈ മരുന്നുകൾക്കൊന്നും വളരെ കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇടയ്ക്കിടയ്ക്ക് ആ തേയ്മാനമുള്ള ജോയിൻസിൽ വേദന കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം ചെയ്യാറുണ്ട്. ഇനി സ്റ്റിറോയിഡ്സ് നമ്മളിപ്പോഴും പരിമിതമായ തോതിലാണെങ്കിലും സ്റ്റിറോയിഡ്സ് ഇപ്പോഴും നമ്മൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും സ്റ്റിറോയിഡ്സിൻ്റെ റോൾ വരുന്നത് നമ്മൾ നേരത്തെ പെയിൻ കില്ലേഴ്സിന് പറഞ്ഞുകൊണ്ട് ബ്രിഡ്ജ് തെറാപ്പി എന്ന രീതിയിലാണ്. അതായത് അസുഖത്തിൻ്റെ തീവ്രതയിൽ നിൽക്കുന്നു, നമ്മൾ മരുന്ന് തുടങ്ങുന്നു, പക്ഷേ മരുന്ന് തുടങ്ങുന്ന അതിൻ്റെ എഫക്റ്റ് കിട്ടാനെടുക്കുന്ന ഒരു ടൈം. ഈ പീരീഡിൽ രോഗിക്ക് കുറച്ച് ആശ്വാസം കൊടുക്കുന്ന, കാര്യം സ്റ്റിറോയിഡ്സിൻ്റെ എഫക്റ്റ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടാറുണ്ട്. ആശ്വാസം കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ആ പീരിയഡിലേക്ക് വേണ്ടി കവർ ചെയ്യാനായിട്ട് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില സിറ്റുവേഷൻസിൽ ട്രീറ്റ്മെൻറ്റ് എസ്കലേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒപ്റ്റിമം ബെനിഫിറ്റ് കിട്ടാൻ ചിലപ്പോൾ 6 മാസം വരെയൊക്കെ പിടിക്കാം. ഈ സമയത്തും രോഗിയുടെ രോഗതീവ്രത നിയന്ത്രിച്ച് നിർത്താൻ പരിമിതമായ അളവിൽ സ്റ്റിറോയിഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റിറോയിഡ്സും പെയിൻ കില്ലേഴ്സും കംപ്ലീറ്റ്ലി ഔട്ടാണെന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ പരിമിതമായ ഉപയോഗം ഇപ്പോഴും നമ്മൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്ഫുള്ളാണ്. അത് പക്ഷേ വളരെ ശാസ്ത്രീയമായിട്ടും സേഫായിട്ടും ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ട്. മരുന്നുകൾക്ക് പുറമെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. കൃത്യമായ അളവിൽ മരുന്ന് കൃത്യമായ സമയത്ത് എടുക്കുക, മരുന്നുകൾ സേഫായിട്ട് എടുക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് കെയർലെസ് ആയിട്ട് മരുന്നുകൾ എടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഒട്ടുമിക്ക മരുന്നുകൾക്കും ആൽക്കഹോളുമായിട്ട് ചേർന്ന് പോകാറില്ല. സോ ആൽക്കഹോൾ അവോയ്ഡൻസ് വളരെ പ്രധാനമാണ്. സ്മോക്കിംഗ് ഈ അസുഖത്തിൻ്റെ തീവ്രത കൂട്ടുന്നതായിട്ട് വളരെ നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ലഭ്യമാണ്. സ്മോക്കിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക, മെൻ്റലി പ്ലസൻ്റ് ആയിരിക്കുക. ഇത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് സമ്മറി പറയുക.